എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലിമിറ്റ് എന്നുള്ള ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ആ ചാപ്റ്ററിൻ്റെ ഒരു പകുതിയോളം ലിമിറ്റാണ്. അതിനുശേഷം വരുന്നതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇനി വരുന്ന കാൽക്കുലസിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഡിഫറൻസിയേഷനിൽ. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ യാന്ത്രികമായിട്ട് കണക്കുകൾ ചെയ്തു പോകുന്നതിൽ ഡെറിവേറ്റീവിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. എപ്പോഴും ഡെറിവേറ്റീവിൻ്റെ ആ ഒരു മീനിങ്, എന്തിനാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ബ്യൂട്ടിഫുൾ ആകുന്നത്. അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തിനാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം എനിക്കൊരു വളഞ്ഞ ഒരു ലൈൻ ഉണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ രണ്ട് പോയിന്റ്സ് എടുത്തു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിന്റ്സ് എടുക്കും. അപ്പോൾ എ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. എയുടെ കൂടെ ഒരു ചെറിയ ഡിസ്റ്റൻസ് എച്ച് ഡിസ്റ്റൻസ് കൂട്ടുന്നതാണ് അടുത്ത പോയിന്റ്, എയും എ പ്ലസ് എച്ചും. കറസ്പോണ്ടിങ് y എടുക്കുന്നു. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ്, y കോർഡിനേറ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ലിറ്ററലി ഇപ്പോൾ ഇതെന്താകും, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആകും. ഓക്കെ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കോർഡിനേറ്റിംഗ് കറസ്പോണ്ടിങ് y ആണ് ഇവിടെ കൊടുത്തേക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഇനി അതിന് ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് മാറി എ പ്ലസ് എച്ച് എടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പ്ലസ് എച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള സ്ലോപ്പ് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ y കോർഡിനേറ്റ്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എ പ്ലസ് എച്ച് മൈനസ് എ, അതായത് ഇവരുടെ y കോർഡിനേറ്റ് y2 മൈനസ് 5 ബൈ x2 മൈനസ് x1 വെച്ചിട്ട് ഇവരുടെ സ്ലോപ്പ് കണ്ടു. അത് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എ മൈനസ് എ ക്യാൻസൽ ആയി പോയി എച്ച്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വരയുടെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് ഒരു ചരിവുണ്ട് അല്ലേ, ചരിവ് അത് മെയിൻറ്റെയിൻ ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകളെ ക്ലോസ് ആക്കി വളരെ അടുപ്പിക്കുന്നു. ഓക്കെ, വളരെ അടുപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇമാജിൻ ചെയ്തുകൂടാ. പിന്നെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെ വളരെ അടുപ്പിക്കുന്ന സമയത്ത് നമ്മൾ പൂജ്യത്തിനോട് അടുപ്പിക്കുന്നു. പൂജ്യം ആവാൻ പറ്റില്ല, പൂജ്യം ആയിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആവില്ല, പോയിന്റിന് സ്ലോപ്പ് ഇല്ല. സോ പൂജ്യത്തിനോട് വളരെ അടുപ്പിക്കുന്നു, എന്നാൽ പൂജ്യം ആവുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഈ എച്ച് എന്ന് പറയുന്ന വാല്യൂവിനെ സീറോയോട് അടുപ്പിക്കുന്നു. വളരെ അടുപ്പിക്കുന്നു, എന്നാൽ സീറോ ആക്കുന്നില്ല. ഓക്കെ, ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് കിട്ടില്ല. സീറോയോട് ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ആ പോയിന്റ്സ്, അതായത് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്ന ഒരു പോയിന്റ്, എന്നാൽ മുട്ടൊന്നുമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ പൂജ്യത്തിനോട് അടുപ്പിക്കുന്നു. അതാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി. ഓക്കെ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. രണ്ട് പോയിന്റ്സിനെ പൂജ്യത്തോട് അടുപ്പിച്ചിട്ട് സ്ലോപ്പ് കാണുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഡെറിവേറ്റീവ്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, സ്ലോപ്പ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡെറിവേറ്റീവിനെ പല രീതിക്ക് നൊട്ടേറ്റ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം, വൈ ഡാഷ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് പല രീതിക്ക് നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ രീതി, ഇതാണ് ഡെറിവേറ്റീവിന് മെയിൻലി നമ്മളൊരു ഫംഗ്ഷൻ തന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മീൻസ് സ്ലോപ്പ് എന്ന് തന്നെ എടുക്കാം. അതാണ് ശരിക്കും പറഞ്ഞ ഒരു പോയിന്റിൽ സ്ലോപ്പ് കാണുന്നതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്ലോപ്പിന് പകരം സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കുക, എന്നാലും ഡെറിവേറ്റീവ് എന്നാണ് ഇനി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇത്. ഇതിന് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൾസ് എന്ന് പറയും. ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പൾസ് വെച്ചിട്ടായിരിക്കും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കാണണം. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉണ്ട്, അത് കാണാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഡി എക്സ് ബൈ ഡി എക്സ് 1. ഇനി ഡി കെ ബൈ ഡി എക്സ്, കെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മീൻസ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് 0 കിട്ടുന്നു. ഡി കെ ബൈ ഡി എക്സ് 0 ആണ്.
ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതൊരു റിസൾട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ റിസൾട്ട്സ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, ഇനി അവരുടെ ഇൻവേഴ്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഇൻറ്റു ആണ് കേട്ടോ, ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടിയിലോട്ട് എഴുതുന്നു. സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും സി വെച്ച് തുടങ്ങുന്ന എല്ലാ ഫംഗ്ഷൻ്റെ ഉത്തരം കിട്ടുന്നത് നെഗറ്റീവിലാണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ട്രിക്സ് ആണ് ഇവിടെ. സൈൻ്റെത് കോസ്, കോസിൻ്റെത് സൈന്. പക്ഷെ കോസ് മാത്രം ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. കോസ് തിരിച്ച് സൈൻ ആവുന്നുണ്ടെങ്കിൽ ഒരു മൈനസും കൂടി ചേർത്താണ് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക് എക്സ് വെച്ച് തന്നെ തുടങ്ങും, ഒരു കോട്ടെക്സ് ഉണ്ടാകും, മുമ്പിൽ മൈനസ്. സി ഫംഗ്ഷൻ ആയതുകൊണ്ട് മുമ്പിൽ മൈനസ്. സീക്ക് എക്സ് ആകുമ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്, സീക്ക് എക്സ് വെച്ച് തന്നെ തുടങ്ങും. ഓക്കെ, ടാൻ എക്സ്. കോട്ടെക്സ് ആകുമ്പോഴേക്കും കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. സി ഫംഗ്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ്. ഇങ്ങനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒക്കെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ്, ഇത് പവർ റൂൾ വെച്ച് തന്നെ ചെയ്യാം. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1 ബൈ 2 റേസ് ടു 2 റൂട്ട് എക്സ്. റൂട്ട് എക്സിനെ നമുക്ക് എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ പവർ റൂൾ തന്നെയാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ലിമിറ്റ്സിന്റെ പഠിച്ച പോലെ രണ്ട് ഫംഗ്ഷൻ്റെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിബിനിറ്റ്സ് റൂളാണ്. ലിബിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ റൂളാണ്, മാത്തമാറ്റീഷ്യൻ്റെ. അതായത് ഫസ്റ്റ് ആ റൂള് എന്താണെന്ന് വെറുതെ ഇങ്ങനെ പറയാം, പിന്നെ അതിൻ്റെ ഒരു എളുപ്പപ്പണി പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ്. ലിബിനിറ്റ്സ് പറയുന്നത് ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജി എഫ് എക്സിനെ വെറുതെ വിടുക. അപ്പോൾ ജി എഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ്, ഇപ്പോൾ ജി എഫ് എക്സിനെ വെറുതെ വിട്ടു, ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് ജി എഫ് എക്സ് പ്ലസ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, സിംപ്ലി നൊട്ടേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സിന് വരെ യുവും ജി എഫ് എക്സിന് വരെ വിയും കൊടുത്താൽ യു ഇൻറ്റു വി ഡാഷ്, അല്ലെങ്കിൽ യു വി ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. ഡാഷ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് സിമ്പിളായിട്ട് വരിക. ഇത് ഇച്ചിരി റഫാണ്, മനസ്സിലാക്കി എടുക്കാനും എളുപ്പം കിട്ടിയുമില്ല, ചിലപ്പോൾ മാറിയൊക്കെ പോകും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു പഠിക്കാം. യു വി ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. ഓക്കെ, ഒരെണ്ണത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മറ്റേതിനെ വെറുതെ വിടുക, അടുത്തതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മറ്റേതിനെ വെറുതെ വിടുക. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ്. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റത് വെറുതെ ഇരിക്കും, അടുത്ത സമയം മറ്റേതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എടുത്തത് വെറുതെ ഇരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് പ്രൊഡക്റ്റ് റൂള്. അത് ഞാൻ എഴുതുന്നില്ല, ഇച്ചിരി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ രീതിയിലുള്ളത് തന്നെ അത് എഴുതുന്നില്ല. ഈ രീതിയിലുള്ളത് ഇപ്പോൾ കാണിക്കാം. യു ബൈ വി ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അപ്പോൾ ഇതാണ് ലിബിനിറ്റ്സ് റൂൾ എന്ന് പറയുന്നത്, രണ്ടെണ്ണം. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, ഇത്രയും കോംപ്ലിക്കേഷൻ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഒരെണ്ണം ചെയ്യാം. നമ്മളെല്ലാ റൂൾസും പഠിച്ചു, റൂൾസ് എല്ലാം പഠിച്ചിട്ട് കാര്യമില്ല, ചോദ്യങ്ങൾ ചെയ്യണം ഈ ചാപ്റ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇത്, ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 3 എത്ര കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും. ഓക്കെ, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5. ഓക്കെ, അപ്പോൾ ഈ പവർ നിലത്തോട്ട് ഇടുക, എക്സ് പവറിൽ നിന്ന് 1 കുറയ്ക്കുക, 5x റേസ് ടു 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് വെച്ച് വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സ് ആദ്യം എഴുതാം. സൈൻ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ എക്സിന് എക്സ് കൊടുത്തു, അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എച്ചിന് ഇവിടെ എക്സ് പ്ലസ് എച്ച് കൊടുത്തു.
നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് h അപ്രോച്ചസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അത് സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ ഓഫ് എക്സ് ബൈ എച്ച്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. 2 സൈൻ ആണോ കോസ് ആണോ ആദ്യം വരുന്നതെന്ന് നോക്കുക. 2 കോസ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ബൈ എച്ച് ലിമിറ്റ് h അപ്രോച്ചസ് ടു 0. ഓക്കെ, അപ്പോൾ ലിമിറ്റ് h അപ്രോച്ചസ് ടു 0, 2 കോസ് 2x പ്ലസ് എച്ച്, 2x ഇങ്ങനെ വരും. ഓക്കെ, അതായത് 2x പ്ലസ് എച്ച് ബൈ 2 ബൈ 2 രണ്ടിനും കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. ഓക്കെ, നമുക്കിനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0, സൈൻ എച്ച് ബൈ 2 ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഈ ഇൻറ്റു 2ന് താഴോട്ട് ഇടുമ്പോൾ ബൈ 2 ആകും. ഓക്കെ, അപ്പോൾ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2ൻ്റെ ലിമിറ്റ് എടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ അങ്ങ് 1 ആയി പോകും. ഓക്കെ, അപ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് ബൈ 2, എച്ചിന് 0 കൊടുക്കുക. അപ്പോൾ 0 ബൈ 2 0, അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും കോസ് എക്സ്. കാര്യം എച്ച് ബൈ 2 പോയിട്ടോ, ഈ എച്ചിന് 0 കൊടുക്കുമ്പോൾ 0 ബൈ 2 0, പിന്നെ കോസ് എക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ കോസ് എക്സ് തന്നെ വെറുതെ നിൽക്കും. അപ്പോൾ ആൻസർ കോസ് എക്സ്. അപ്പോൾ അങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.